ആരും എന്തിനാ ആക്ഷേപിക്കുന്നത്? ഇവിടെ മുസ്ലിം ഒന്നിക്കുന്നു, ക്രിസ്ത്യാനി ഒന്നിക്കുന്നു, ഹിന്ദു ഒന്നിച്ചാൽ എന്ത് പറ്റും? ഇവിടെ സുനാമി വരുമോ? നമുക്ക് മാത്രം മിണ്ടാൻ പാടില്ല, എല്ലാ പക്ഷിക്കും ചിലക്കാം, വശകന് മാത്രം ചിലക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെന്തിനായാൽ ഇവിടുത്തെ എല്ലാ സമുദായത്തിനും ഐക്യം പറയാം, ഐക്യമായിട്ട് കൂടാം. അതിൽ നമുക്ക് ഹിന്ദുക്കൾക്ക് മാത്രം ഐക്യമായിട്ട് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തിനാ? എവിടുത്തെ ന്യായത? എല്ലാവരും കൂടട്ടെ ഐക്യമായിട്ട്. അനാവശ്യമായ ഐക്യമല്ല, നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ളവർ ദ്രോഹിക്കാനാകരുത്, സ്വയം നന്നാകാനാകട്ടെ. അതുകൊണ്ട് ഈ ഹിന്ദുക്കൾ ഒന്നിച്ചാൽ അവരെ ഭിന്നിപ്പിക്കാൻ എന്തെല്ലാം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും, തന്ത്രത്തേക്കാൾ കൂടുതൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ഈ കൂട്ടർ ശ്രമിക്കുന്നുവെന്ന് നമുക്ക് എത്രയോ അനുഭവങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. വെള്ളാപ്പള്ളി സാറിന് ഹിന്ദു ഒന്നിക്കുന്നതിന് ആരോ തടസ്സം നിൽക്കുന്നത് തോന്നുന്നു. സാറേ, നമ്മളാരും തടസ്സമില്ല. നമുക്ക് നിങ്ങൾ ആരൊന്നിച്ചാലും ആര് ഭിന്നിച്ചാലും ഒന്നും നമുക്കൊരു തടസ്സമില്ല. നമുക്ക് ഭിന്നിക്കരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നിനക്കാണെങ്കിൽ എല്ലാവരും ഒന്നിക്കണം. നമ്മളൊക്കെ മനുഷ്യരാണ്, മനുഷ്യരൊക്കെ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഒന്നിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാറേ, സാറിന് ചിലപ്പം നമ്പൂരിന്മാരെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മേനോന്മാരെ വീട്ടിലേക്കോ ഒക്കെ കയറ്റിയെന്ന് വരും. അത് സാറിൻ്റെ ആ പ്രശസ്തി അനുസരിച്ച്. പക്ഷേ സാറിൻ്റെ കുറഞ്ഞ ആളുകൾ, ഏത് സാറിൻ്റെ പ്രജകൾ എന്ന് പറയാം, അങ്ങനെയാണല്ലോ ഇപ്പം വരുന്നത്. ഈ പ്രജകൾക്ക് ഈ നമ്പൂരിന്മാരെ വീട്ടിലേക്കോ മേനോന്മാരെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ ബ്രാഹ്മണന്റെ വീട്ടിലേക്കോ ഒന്നും കയറി ചെല്ലാൻ പറ്റില്ല. പക്ഷെ ഒരുമിപ്പിക്കേണ്ടത് നിങ്ങൾ അവരെടുത്തൊക്കെ പോയിട്ട്, അല്ലാതെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ഒരുമിച്ചോരോ ഒരുമിച്ചില്ലോരോ അല്ലെങ്കിൽ നിങ്ങൾ അയിത്താവുമല്ലോ അയിത്തായില്ലോരോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അത് നിങ്ങൾ തന്നെയാണ്, സാറും സാറിൻ്റെ ആളുകളും തന്നെയാണ് അതിനൊരു സമരം നടത്തേണ്ടത്. ഈ അല്ലാതെ മറ്റുള്ള ആളുകളെ ഒന്നും പൈചാരി കൊണ്ട് കാര്യമില്ല സാറേ. മറ്റുള്ള ആളുകൾക്കൊന്നും പ്രശ്നമില്ലാന്ന്. ഇപ്പം ഞാനൊരു മുസ്ലിമാണ്, നമുക്ക് നിങ്ങൾ ഒരുമിച്ചിട്ട് നമുക്കെന്താ? പോട്ടെ, ഒരു പട്ടികജാതിനെ സാറിൻ്റെ വീട്ടിലേക്ക് കയറ്റുമോ? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. സാറിൻ്റെ വീട്ടിലേക്ക് കയറ്റുമോ? കയറ്റൂല. നായരും പിന്നെ ഈ ഒരു ഏകദേശം ഒരു ചെറിയൊരു അടുപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സാറിൻ്റെ മക്കളെ ആരെങ്കിലും അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ആരെങ്കിലും ഒരു പട്ടികജാതിൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ? പട്ടികജാതിൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ? ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സാറിൻ്റെ മക്കളാണ്ട, ഈ സാറിൻ്റെ പ്രജകളെ മക്കളെ നായന്മാരെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. പക്ഷേ ഹരിജനം അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം ഇങ്ങനെയുള്ള ആളുകളെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ? ഇല്ല എന്നുള്ളതാണ്. അതെന്താ സാറേ? അപ്പോൾ ഒരുമ വേണ്ടത് നിങ്ങൾ ആദ്യം മാതൃക കാണിച്ചു കൊടുക്കണം. സാറ് മാതൃക കാണിച്ചു കൊടുക്കണം. ഇതാ, ഞങ്ങൾ എല്ലാ ജാതിക്കും കല്യാണം കഴിച്ചു കൊടുക്കും, എല്ലാ ജാതിയിൽ നിന്നും കല്യാണം കഴിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ പറയാം. നിങ്ങളേലും താഴ്ന്ന ജാതിക്കാരുണ്ട്, ഏത് ഈയവരെയും കാണാൻ താഴ്ന്ന ജാതിക്കാരുണ്ട് ഇന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട്. അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാരൊന്നും മേൽജാതിക്കാർ താഴ്ന്ന ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കില്ല. പക്ഷെ താഴ്ന്ന പട്ടികജാതിക്കാർ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരും. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും റെഡിയാണ് അവർ കല്യാണം കഴിച്ചു തരും. പക്ഷെ അവർക്ക് നിങ്ങൾ മേൽജാതിക്കാരാണ്, മറിച്ച് നിങ്ങൾക്ക് അവർ തായ് ജാതിക്കാരാണ്. അപ്പൊ നിങ്ങൾ തന്നെ, സാറ് തന്നെ അതിൽ ഇടപെട്ട് ഒരു തീർപ്പ് കൽപ്പിക്കണം. ഇനി നമ്മളെ അണികൾ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആളുകൾ ഒരിക്കലും ജാതി പ്രശ്നം നോക്കി കല്യാണം കഴിക്കാതിരിക്കരുത്. എല്ലാ പട്ടികജാതിക്കാണെങ്കിലും പട്ടികവർഗത്തിക്കാണെങ്കിലും ഹരിജനത്തിനാണെങ്കിലും അങ്ങനെ ഏത് ജാതിക്കാണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കണം. നമുക്ക് ഒരുമയാണ് വേണ്ടത്. ആ ഒരുമ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന് സാറ് ഒരു പ്രസംഗം പ്രസംഗിക്കണം. അല്ലാത്ത പക്ഷം സാറ് പറഞ്ഞത് ശരിയല്ല. നായന്മാരെ വീട്ടിലേക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കും. ഇപ്പം നായന്മാര് നിങ്ങളെ വീട്ടിൽ നിന്ന്
നായന്മാരും കല്യാണം കഴിക്കുന്നുണ്ട്. എന്നാ നായന്മാരെ വീട്ടിൽ നിന്ന് തന്നെ ബ്രാഹ്മണന്മാർ കല്യാണം കഴിക്കൂല. കാരണം എനിക്കാണെങ്കിൽ ബ്രാഹ്മണന്മാരെ മക്കളെ നായന്മാരെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂല, നിങ്ങളെ വീട്ടിലേക്കും കല്യാണം കഴിച്ചു തരില്ല. ഇവിടെയാണ് ഈ വിഷയം കിടക്കുന്നത്. അപ്പൊ സാറ് എന്ത് ചെയ്യണം എന്നറിയും? ആദ്യം ഇതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ട് മറ്റുള്ളവരെ ഒരുമയും മറ്റുള്ളവർക്ക് നോക്കാം. അപ്പോൾ മുസ്ലിങ്ങളില് മുജാഹിദനാണെങ്കിലും സുന്നിക്കാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഒക്കെ കല്യാണം കഴിക്കും, പ്രശ്നമില്ല. പക്ഷെ AP സുന്നിക്കാർ പിന്നെയും കല്യാണം കഴിക്കാത്തവരുണ്ട്. അവര് ഒരു കടുത്ത പിന്നവരാണ്. എന്നാലോ ലോകമായ ലോകത്ത് മുഴുവനും ഷഹാദത്ത് കലിമ ചെല്ലിയ ഒരാളിന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു കൊടുക്കും. ലോകത്ത് മൊത്തത്തിൽ അങ്ങനെയാണ്. അവിടെ ഒന്നും ഗ്രൂപ്പുകളില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് അത് ചില ആളുകൾ മാത്രം ഗ്രൂപ്പ് നോക്കും. എന്നാൽ മിക്ക ആളുകളും ഗ്രൂപ്പ് നോക്കാറുമില്ല. അത് ഗ്രൂപ്പാണ്, അത് ജാതിയല്ല. അപ്പോൾ എനിക്ക് സാറിനോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മക്കെന്താ ഒരുമിച്ചൂടെ, നമ്മക്കെന്താ സൗഹാർദ്ദം പങ്കിട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ദയനീയ അവസ്ഥയാണ്. സാറ് തന്നെ അതിന് മുൻകൈയെടുക്കണം. സാറ് തന്നെ ഈ ജാതി പ്രശ്നങ്ങൾ മുഴുവനും തീർത്ത് ഇല്ലാണ്ടാക്കണം. നമ്പൂരിമാരും പിന്നെ മേനോന്മാരും പിന്നെന്താ ബ്രാഹ്മൺസൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ചെന്നൈക്ക് കൊടുക്കണടി, നിങ്ങളൊരു ജാതി എന്ന് പറഞ്ഞ് കൊടുക്കണടി. ആ ജാതി കണ്ട് ഇല്ലാണ്ടാക്കണം. ആ ജാതികളിൽ കുറച്ച് പട്ടികജാതിക്കാർ കുറച്ച് പട്ടികവർഗക്കാരൊക്കെ എല്ലാവരും നായന്മാരും പിന്നെ ഈയന്മാരും നമ്പൂരിമാരും വീട്ടിലൊക്കെ കയറാൻ പറയണം. അകത്തേക്ക് കയറ്റണ്ട, സിറ്റ് ഔട്ട് കയറ്റിയാൽ മതി. സാധാരണ നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഒരു അതിഥി വന്നാൽ ഇരുത്തുന്ന സ്ഥലം, ആ ഇരുത്തുന്ന സ്ഥലത്തേക്ക് മാത്രം കയറ്റിയാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.